ഇതിനകത്ത് നിങ്ങളുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങള് ഇന്നലെ ഞാൻ എന്തു പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞു? ഇതുവരെ പറയാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ഇതുവരെ പറയാത്ത ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാനെന്താ പറഞ്ഞ? പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാ പറഞ്ഞത്. നിങ്ങൾ വേറൊരു സെൻസ് അതിന് കൊടുത്തു. ചിലര് സോഷ്യൽ മീഡിയയിൽ അത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ കുറെ നാളുകളായി എന്നോട് ചെയ്യുന്നത് വീണ്ടും ആവർത്തിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ എന്താ? അങ്ങനൊരു വേദന എനിക്കുണ്ട്. പക്ഷെ ആ വേദന ഉണ്ടെങ്കിൽ പാർട്ടിയാണ് വലുത്. ശ്രീ അഭിനും മനസ്സിലാക്കണം, പാർട്ടിയാണ് വലുത്. പാർട്ടിയോടൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങള് വേറൊരു സെൻസിലേക്ക് അതിനെ കൊണ്ടുപോയി. കാരണം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ചുറ്റും വലിയ ശബ്ദ കോലാഹലമായിരുന്നു. അപ്പൊ എന്റെ ബോഡി ലാംഗ്വേജും അതിനനുസരിച്ച് അല്പം ഒന്ന് സൗണ്ട് കൂട്ടി ഞാൻ സംസാരിച്ചപ്പോൾ അതിന് വേറൊരു അർത്ഥതലം വന്നു. നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ, ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ എന്ത് പറഞ്ഞു? പക്ഷെ അതിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇത് എപ്പോ ചെയ്താലും ഒരു സൈബർ ആക്രമണമോ പിന്നെ ഇന്ന് തുടങ്ങിയതാണോ? കുറെ നാളുകളായി ഒരു മോഡസ് ഓപ്പറാൻഡിയായി ചിലർ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഒരു പദവി എനിക്ക് പ്രശ്നമല്ല. 25 വർഷക്കാലം 23 വർഷക്കാലം പദവികൾക്കപ്പുറം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഏതൊരു പാർട്ടി പ്രവർത്തനമായിട്ടും അവർ വീട് സന്ദർശിക്കാനും പരിപാടി പങ്കെടുക്കാനും ഒരു പദവിയും വേണ്ട. ഇപ്പൊ പദവികൾക്കപ്പുറമാണ്, പാർട്ടിയാണ് വലുത്. നിങ്ങൾക്കറിയാം, വലിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണ് പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ. അപ്പൊ ആ ഒരു സമയത്ത് ഞാനായിട്ട് ഒന്നും പ്രത്യേകിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. അതെ, ബാക്കിയൊക്കെ അതിനുശേഷം നോക്കാം. എനിക്ക് നിങ്ങളോട് കൈകൂപ്പിയുള്ള അഭ്യർത്ഥനയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി എന്ത് പറഞ്ഞാലും അതിന്റെ വേറൊരു വശത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങളുടെ കുഴപ്പം മൊത്തമല്ല, ചില സോഷ്യൽ മീഡിയയിൽ ഇതിനു വേണ്ടി ഇരിക്കുകയാണ്. അവര് കോൺഗ്രസ്സുകാരന്റെ വ്യാജേന ഇരിക്കുകയാണ്. കോൺഗ്രസിനെ തകർക്കാൻ ഉള്ള ചിലർ പുറത്തുള്ള ശക്തികളാണ്. അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് പ്രവർത്തകരോടുള്ള അഭ്യർത്ഥന, ഏതെങ്കിലും ഒരു വാർത്ത കണ്ടാൽ ഉടനെ അത് വിശ്വസിക്കരുത്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. ഞാനിതുവരെ അങ്ങനെ ഒരു കാര്യം എന്റെ പാർട്ടിക്കെതിരായി ഞാനൊരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അതാണ് എനിക്ക് ഉണ്ടായ വിഷമം.